start. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ജാവ വേരിയബിൾസിന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട നെയിമിംഗ് കൺവെൻഷൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നേ ഒരു വീഡിയോയിൽ നമ്മൾ ബേസിക് ഡേറ്റ ടൈപ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഈ വേരിയബിൾസും ഡേറ്റ ടൈപ്സും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. ഫയൽ ന്യൂ ക്ലാസ്. ഞാനിപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ്. അപ്പോൾ ഞാൻ സ്റ്റുഡൻറ്റ് എന്നാണ് ആ ക്ലാസ്സിന് പേര് കൊടുത്തിരിക്കുന്നത്. ഇനി പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, അതായത് നമ്മുടെ മെയിൻ മെത്തേഡ് ഇതിലേക്ക് ആഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ക്ലാസ് നമുക്ക് ക്രിയേറ്റ് ആയി അല്ലേ. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ഉണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിലത്തേക്ക് ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ് അതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് ഉണ്ടാവുക. ഫസ്റ്റ് തന്നെ നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ എന്ന് പറയുമ്പോൾ അത് ഏത് ടൈപ്പ് റോൾ നമ്പർ ആണെന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. അതായത് ചുമ്മാ ഡിജിറ്റ്സ് മാത്രം വരുന്നതാണോ, അതായത് 1001 ഡിജിറ്റ് മാത്രം വരുന്ന ഒരു റോൾ നമ്പർ ആണ്. അല്ല അതിന് മുന്നേ എന്തെങ്കിലും ഒരു നമ്പർ ഉണ്ടോ, ചിലപ്പോൾ ഡിവിഷന്റെ നമ്പർ വെച്ചിട്ട് റോൾ നമ്പർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയനെ ബേസ് ചെയ്ത് ഏതെങ്കിലും ഒരു ലെറ്ററോ എന്തെങ്കിലും അതിനകത്ത് ഉണ്ട്, അതായത് ആൽഫബറ്റ് അതിലുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ രണ്ടും ഡിസ്റ്റിങ്വിഷ് ചെയ്യുക. അതായത് ആൽഫബറ്റ് ഉണ്ടോ ഡിജിറ്റ്സ് മാത്രമാണോ എന്നുള്ളത് ആദ്യം നിങ്ങൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുക. നമ്പേഴ്സ് മാത്രമാണെങ്കിൽ, അതായത് ഡിജിറ്റ്സ് മാത്രമാണെങ്കിൽ നമുക്ക് ഇൻഡിജർ മതി അല്ലേ. അപ്പൊ ഞാൻ ഇൻറ്റ് എന്നുള്ള ഡേറ്റ ടൈപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻറ്റ്. ഇനി റോൾ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ജാവയിൽ വേരിയബിൾ നെയിമിംഗ് കൺവെൻഷൻസ് നിങ്ങൾ ആലോചിക്കുക. ആദ്യത്തെ ലെറ്റർ എപ്പോഴും സ്മോൾ ആയിരിക്കണം. റോൾ. രണ്ടാമത്തെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാം അല്ലെ, ക്യാമൽ കേസ് നമുക്ക് ഫോളോ ചെയ്യാം. അല്ല നിങ്ങൾക്ക് ക്യാപിറ്റൽ കൊടുക്കണ്ടെങ്കിൽ അണ്ടർസ്കോർ യൂസ് ചെയ്തിട്ട് നമ്പർ എന്ന് കൊടുക്കാം. അപ്പൊ ഇൻറ്റ് റോൾ നമ്പർ ഏതാണോ ആ റോൾ നമ്പർ അത് നിങ്ങൾ എഴുതി കൊടുക്കുക. അപ്പോൾ 1001 എന്നാണ് ഞാനിപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ്റിന് കൊടുക്കാൻ പോകുന്ന റോൾ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് സേവ് ചെയ്തു അല്ലേ. അത് ഇൻറ്റിജർ ആയതുകൊണ്ടും എനിക്ക് റോൾ നമ്പർ എന്നുള്ളത് ഒരു ഇൻറ്റ് വേരിയബിളിലേക്ക് മതി. കാരണം ഇത് ഭയങ്കര ലെങ്തി ആവാനുള്ള സാധ്യത കുറവാണ് അല്ലേ. റോൾ നമ്പർ വളരെ ലെങ്തി ആയിട്ട് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ ലോങ്ങോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഇൻറ്റിജർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്തൊരു ഡിജിറ്റ് ഉണ്ടെങ്കിലോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സ്റ്റുഡൻറ്റ് ബി എന്നുള്ള ഡിവിഷനിലാണ്. അപ്പോൾ ഞാൻ ആ ക്ലാസ്സിലുള്ള കുട്ടികൾ, ആ ഡിവിഷനിലുള്ള കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ലെറ്ററും കൂടി അതിനകത്ത് കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതൊരിക്കലും നമുക്ക് ഇൻറ്റിജറിൽ സേവ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ബി എന്നുള്ളത് ഡിജിറ്റ് അല്ല, അതൊരു ആൽഫബറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇൻറ്റിജർ മാറ്റിയിട്ട് സ്ട്രിങ് ആക്കേണ്ടി വരും. സ്ട്രിങ് റോൾ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഇതിനെ കോഡ്സിലിട്ടിട്ടേ സേവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് തൽക്കാലം ഇൻറ്റിജറിൻ്റെ എക്സാമ്പിൾ ആയിട്ട് ഇത് വെക്കാം. ഓക്കെ, ഇനി അടുത്തത് എനിക്ക് ആ സ്റ്റുഡൻറ്റിൻ്റെ നെയിം സേവ് ചെയ്യണം. അപ്പോൾ നെയിം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, സ്ട്രിങ് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് സ്ട്രിങ് എന്ന് കൊടുക്കാം. ഇനി സ്റ്റുഡൻറ്റ് നെയിം എന്ന് ഞാൻ കൊടുത്തു. ഈക്വൽ ടു ഏതെങ്കിലും ഒരു പേര് കൊടുക്കാം. ഞാനിവിടെ അനു എന്നുള്ള പേരാണ് കൊടുക്കുന്നത്, അനു. അപ്പോൾ സ്ട്രിങ്ങിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ട്രിങ്ങിൽ നിങ്ങൾ കോഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടാവണം. ഡബിൾ കോഡ്സിനകത്താണ് നിങ്ങൾക്ക് സ്ട്രിങ് എഴുതാൻ വേണ്ടി പറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രിങ്ങിന് എക്സാമ്പിളായി. ഇനി ഈ സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് എനിക്ക് സേവ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇയർ എൻഡോ സെമസ്റ്റർ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ ഒരു മാർക്ക് എനിക്ക് സേവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാർക്ക് സേവ് ചെയ്ത് കൊടുക്കാനായിട്ട് എന്ത് ചെയ്യണം, ഇപ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് ഉള്ള മാർക്കാണെന്ന് ഓർക്കുക. അതായത് 99.9 അത്ര ആ കുട്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് വരുമ്പോൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഡെസിമൽ പോയിന്റ് ആണ് പറയുന്നത്, ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെസിമൽ പോയിന്റ് വരുമ്പോൾ നമുക്ക് ഒരിക്കലും ഇൻറ്റിൽ സേവ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, അതിന് പകരം നമ്മൾ ഫ്ലോട്ട് അല്ലെങ്കിൽ ഡബിൾ എന്നുള്ള ഡേറ്റ ടൈപ്പാണ് യൂസ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഡബിൾ യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഡബിൾ മാർക്സ്. ഓക്കെ, എന്നിട്ട് 99.9 ഞാനിവിടെ എഴുതി കൊടുത്തു, സെമിക്കോളൻ. ഓക്കെ, അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോഴും നമ്മൾ സെമിക്കോളൻ ലാസ്റ്റ് കൊടുക്കണം കേട്ടോ. ഇവിടെയും ഈ ഡബിളിനും നിങ്ങൾ കോഡ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാര്യം അതൊരു നമ്പറാണ്, ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്സ് സേവ് ചെയ്ത് കൊടുത്തു. ഇനി ഈ സ്റ്റുഡൻറ്റിൻ്റെ ജെൻഡർ സേവ് ചെയ്യണം. മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ള ഒരു ജെൻഡർ എനിക്ക് സേവ് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരേ ഒരു ലെറ്റർ വെച്ചിട്ടാണ് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എഫ് ആണെങ്കിൽ ഫീമെയിൽ, എം മെയിൽ. അപ്പോൾ ഒരു ലെറ്റർ ആണ് ഞാൻ ഇതിനകത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരേ ഒരു ലെറ്റർ എനിക്ക് സേവ് ചെയ്യാനുള്ളെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് സ്ട്രിങ് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനു വേണ്ടി എനിക്ക്
ക്യാർ കൊടുത്താൽ മതി. അതായത് ഒരേ ഒരു ക്യാരക്ടറാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ജെൻഡർ എന്നാണ് എൻ്റെ വേരിയബിളിന്റെ പേര്. അല്ല, വേരിയബിൾസ് നമ്മൾ കൊടുക്കുന്നത് എന്തിനാണ്? നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ല, എന്ത് സാധനം ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ക്യാർ ജെൻഡർ എന്ന് കൊടുത്തു. അപ്പൊ അതായത് ഒരേ ഒരു ക്യാരക്ടർ എനിക്ക് സേവ് ചെയ്യാം. എന്നിട്ട് എഫ് എന്നാണ് എനിക്ക് സേവ് ചെയ്യേണ്ടത്. അത് നമ്മൾ സിംഗിൾ കോട്സിൽ കൊടുക്കണം. ഓക്കെ, സെമികോളൻ. ഓക്കെ, സിംഗിൾ കോട്സിൽ കൊടുക്കണം. ഇനി ഈ സ്റ്റുഡൻറ്റ് പാസ്സായോ ഇല്ലേ, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോട്ടഡ് ആയോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയണം. അതായത് യെസ് ഓർ നോ എന്നുള്ളതാണ് ആ കേസിൽ വരുന്നത്, അല്ലെ? പ്രൊമോട്ടഡ് ഓർ നോട്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ളൊരു വാല്യൂ ആണ് എനിക്ക് സേവ് ചെയ്ത് കൊടുക്കാനുള്ളത്. ആ കേസിൽ, അതായത് ട്രൂ ഫോൾസ് ഡിക്ലെയർ ചെയ്യേണ്ട ഒരു കേസിൽ, ചിലപ്പോൾ നിങ്ങളുടെ ഒരു റിയൽ ടൈം എക്സാമ്പിളിൽ നിങ്ങൾക്ക് ഡേറ്റാബേസിലേക്ക് ഒരു വാല്യൂ വന്നോ എന്നുള്ളത് അങ്ങനെ ഒരു ചെക്ക് നടത്താനായിരിക്കാം. അല്ലെങ്കിൽ ഒരു സെർവർ കോൾ പോയിട്ടുണ്ടോ എന്നുള്ളൊരു ചെക്ക് നടത്താനായിരിക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഡൗൺലോഡ് ആവുകയോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് അല്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നെങ്കിൽ നടന്നു അല്ലെങ്കിൽ നടന്നില്ല എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് സേവ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് ബൂളിയൻ ആണ്. അപ്പൊ ഞാനിവിടെ ബൂളിയൻ എന്നുള്ള കീവേഡ് ഡേറ്റ ടൈപ്പ് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനൊരു സാധനം കൊടുക്കുകയാണ് പ്രമോഷൻ. ആ വേരിയബിൾ നെയിം ഞാൻ കൊടുക്കുന്നത് പ്രമോഷനാണ്. അതായത് ഈ കുട്ടി പ്രൊമോട്ടഡ് ആയോ ഇല്ലയോ എന്നുള്ളതാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? പ്രൊമോട്ടഡ് ആണ്, അല്ലെ? 99.9 മാർക്ക് വാങ്ങിച്ച സ്ഥിതിക്ക് പ്രൊമോട്ടഡ് ആയിരിക്കുമല്ലോ. അപ്പൊ ഞാൻ ആ കുട്ടിക്ക് പ്രൊമോഷൻ കൊടുക്കുകയാണ്, ട്രൂ എന്ന് ഞാൻ സേവ് ചെയ്ത് വെച്ചു. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ഈ ക്ലാസ്സിനകത്തുണ്ട്. അപ്പോൾ ഓരോന്നിനും അതാത് എന്താണോ ഞാൻ അതിനകത്ത് സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ ഡേറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആ ഡേറ്റ ടൈപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നെയിമാണ്, ഒരു വേരിയബിൾ നെയിമാണ്, അല്ലെ? ഇതിനാണ് നമ്മൾ വേരിയബിൾ നെയിംസ് എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഡേറ്റ ടൈപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് വേരിയബിൾ നെയിം. വേരിയബിൾ നെയിം എന്ന് പറയുന്നത് നമുക്ക് എന്ത് സാധനമാണെന്നുള്ളതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം, അല്ലേ? അപ്പൊ എല്ലാത്തിനും നമുക്ക് സിസ് ഔട്ട് വെച്ചിട്ടേ പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സിസ് ഔട്ട്. അപ്പൊ സിസ് ഔട്ട് എന്ന് അടിക്കുക, കൺട്രോൾ സ്പേസ് അടിച്ചാൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റൽ എന്ന് പറഞ്ഞ് എക്സ്പാൻഡഡ് ആയിട്ട് വന്നോളും. നിങ്ങളിങ്ങനെ ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ കൊടുത്ത വേരിയബിൾ എന്താണോ ആ വേരിയബിൾ ആണ് നിങ്ങൾ സിസ് ഔട്ടിനകത്ത് കൊടുക്കേണ്ടത്. അപ്പൊ വേരിയബിൾസിനെ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഒരു കോഡ്സും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങനെ കൊടുക്കാം, റോൾ നമ്പർ. കണ്ടോ, ഇങ്ങനെ കൊടുത്തു ഞാൻ. ഇനി അടുത്ത വീണ്ടും ഞാൻ സിസ് ഔട്ട് അടിച്ചു. സിസ് ഔട്ട് അടിച്ചിട്ട് സ്റ്റുഡന്റ് നെയിം എനിക്ക് വേണം. അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്ത് സ്റ്റുഡന്റ് നെയിം കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. കണ്ടോ, വേരിയബിൾ കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇനി മാർക്സ് അറിയണം. അപ്പൊ അടുത്ത സിസ് ഔട്ട് കൊടുക്കുവാണ്. എന്നിട്ട് മാർക്സ് എടുക്കുകയാണ്, പ്രിന്റ് ചെയ്യുന്നു. ജെൻഡർ എടുക്കണം. അപ്പൊ ഈ വേരിയബിൾ നെയിം ഡിക്ലെയർ ചെയ്തു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഓരോ മെമ്മറി ലൊക്കേഷൻ ജാവയിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ റോൾ നമ്പർ, സ്റ്റുഡന്റ് നെയിം, മാർക്സ് എന്ന് പറഞ്ഞിട്ട് ഓരോരോ മെമ്മറി ലൊക്കേഷൻ നിങ്ങൾ ഏത് ടൈപ്പ് ആണോ പറഞ്ഞിരിക്കുന്നത് ആ ടൈപ്പിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജാവ. അതിനകത്തേക്ക് നിങ്ങൾ പറഞ്ഞ വാല്യൂ സേവ് ചെയ്തിട്ടുണ്ട്. അതായത് റോൾ നമ്പർ എന്നുള്ള മെമ്മറി ലൊക്കേഷനിൽ ഈ വാല്യൂ സേവ് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡന്റ് നെയിമിന്റെ അകത്ത് അനു എന്നുള്ള വാല്യൂ സേവ് ചെയ്തിട്ടുണ്ട്. മാർക്സ് എന്ന് പറയുന്നത് അതിന്റെ ടൈപ്പ് നോക്കണം, ഡബിൾ എന്നുള്ളൊരു ഡബിൾ എന്താണ് ഡേറ്റ ടൈപ്പാണ് ഡിക്ലെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഈ 99.9 എന്നുള്ള വാല്യൂ സേവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നിനും ഓരോ വാല്യൂസ് സേവ് ചെയ്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന വാല്യൂ മെമ്മറി ലൊക്കേഷന് സേവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ ഇത് ഇവിടെ ടൈപ്പ് ചെയ്യുന്നതിന് മുന്നേ വരെ ഇവിടെ ഒരു യെല്ലോ കളറിലെ ലൈൻ ഉണ്ടായിരുന്നു, അല്ലെ? ഇപ്പൊ ഞാൻ ജെൻഡർ എടുത്തപ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ ജെൻഡർ കമന്റ് ചെയ്യുന്നു, കണ്ടോ? ജെൻഡറിന്റെ താഴെ ഒരു യെല്ലോ ലൈൻ വന്നിരിക്കുന്നുണ്ടോ? ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാർണിംഗ് ആണ്. അതായത് നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ടില്ല എന്നുള്ള വാർണിംഗ് ആണ്. വൺസ് ഞാനിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യെല്ലോ കളർ പോവും. കണ്ടോ, ഒരു യെല്ലോ ലൈൻ ഇങ്ങനെ വരും. ഇതുവരെ കണ്ടോ, പ്രമോഷൻ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പ്രമോഷന്റെ താഴെ ഒരു യെല്ലോ ലൈൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ പ്രമോഷൻ ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യെല്ലോ ലൈൻ പോവും. കാര്യം നിങ്ങളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് വെച്ചു, പക്ഷെ അത് എവിടെ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ജാവ പറയുന്നത്. വേണമെങ്കിൽ ആ എറർ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം. കണ്ടോ, അടുത്ത രണ്ടാമത്തെ ലൈൻ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദ വാല്യൂ ഓഫ് ദ ലോക്കൽ വേരിയബിൾ പ്രൊമോഷൻ ഇസ് നോട്ട് യൂസ്ഡ്. ഉപയോഗിക്കാത്തത് കൊണ്ട് എറർ കാണിച്ചത്. നിങ്ങൾ അൺവാണ്ടഡ് ആയിട്ടുള്ള വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ
അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ല നിങ്ങൾ ഡിക്ലെയർ ചെയ്തത് മറന്നുപോയിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഓൾറെഡി അതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത് യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ. വാർണിംഗ് നിങ്ങൾ അങ്ങനെ വലിയ കാര്യമല്ല, എററല്ല, വാർണിംഗ് ആണത്. വേറെ ക്രിയേറ്റ് ചെയ്യാതിരിക്കാനും നിങ്ങൾക്ക് ആ പ്രോഗ്രാമിങ്ങിന് ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഞാനിത് സേവ് ചെയ്യാണ്. ഇനി ഞാനത് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽ എല്ലാം പ്രിന്റ് ആയി അല്ലേ. ഞാൻ റോൾ നമ്പർ, നെയിമും മാർക്കും ഒക്കെ കൊടുത്ത പ്രിന്റ് ആയി. ഇനി നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം, 2 എന്നോ വേറെ എന്തെങ്കിലും പേര് കൊടുക്കുകയോ. $9.9 കൊടുക്കാം. പ്രമോഷൻ നമുക്കപ്പോൾ ഫോൾസ് ആക്കി കൊടുക്കാം അഞ്ജനയ്ക്ക്. ഓക്കെ, അപ്പം ഞാൻ ഡീറ്റെയിൽ മാറ്റി. വേറെ ഒന്നും മാറ്റേണ്ട, വേരിയബിൾ ഒരു കാര്യവും മാറ്റേണ്ട, നിങ്ങൾ ഡേറ്റ വാല്യൂ മാത്രം മാറ്റുക. കണ്ടോ, അപ്പോൾ അത് പ്രിന്റ് ആയി കാണിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ഡേറ്റ ടൈപ്സും വേരിയബിൾസും യൂസ് ചെയ്യാനുള്ളത് ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിനുള്ളിൽ.